ഭാരതപ്പുഴയുടെ തീരത്തെ പുൽക്കാടുകൾക്ക് വീണ്ടും തീപിടിച്ചു. ഏകദേശം 2 ഏക്കർ സ്ഥലം കത്തിനശിച്ചു. പുഴയുടെ കിഴക്ക് ഭാഗത്തായാണ് പുൽക്കാടുകൾക്ക് തീപിടിച്ചത്. ഈ മാസം ഇത് 4ാം തവണയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. പുഴയിൽ വിരുന്നെത്തുന്ന ദേശാടന പക്ഷികൾ കൂടുകൂട്ടുന്ന ഭാഗം മുഴുവൻ കത്തിനശിച്ചു. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇക്ബാൽ, അടിക്കടി ഈ തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇക്ബാൽ, അല്പസമയം മുമ്പാണ് പാലക്കാട് ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ തീപിടുത്തമുണ്ടായത്. ഈ ഭാരതപ്പുഴയിലെ ഈ പുൽക്കാടുകൾ മുഴുവൻ തീപിടിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയായിരുന്നു. പുഴയുടെ കിഴക്ക് ഭാഗത്തായാണ് ഈ തീരത്തെ പുൽക്കാടുകൾക്ക് ആദ്യം തീപിടിച്ചതായി കാണുന്നത്. പിന്നീട് ഏകദേശം 2 ഏക്കർ സ്ഥലത്തുള്ള ഈ പുൽക്കാടുകൾ മുഴുവനും തീപിടിച്ച് കത്തിയെരിയുകയായിരുന്നു. ഈ മാസം ഇത് 4ാം തവണയാണ് ഇപ്പോൾ ഈ ഭാരതപ്പുഴയിൽ തീപിടുത്തം ഉണ്ടാവുന്നത്. 2 ആഴ്ച മുമ്പ് കത്തിയ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ നവംബർ മാസത്തോടുകൂടി ഈ ഭാരതപ്പുഴയുടെ ഈ പുൽക്കാടുകളുടെ ഭാഗത്തേക്ക് ദേശാടന പക്ഷികൾ എത്താറുണ്ട്. അത് പിന്നീട് ഫെബ്രുവരി മാർച്ച് മാസത്തോടെ മാത്രമാണ് ഈ ഭാരതപ്പുഴ ഭാഗത്തു നിന്നും തിരികെ പോകാറുള്ളത്. ഇപ്പോഴിതാ ഈ ദേശാടന പക്ഷികൾ എത്തി കൂട് കൂട്ടുന്ന ഭാഗം മുഴുവനാണ് ഇപ്പോൾ കത്തി നശിച്ചിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ തുടർച്ചയായി ഈ തീപിടുത്തത്തിലേക്ക് നയിക്കുന്ന കാരണം എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലേക്കാണ് അധികൃതർ കടക്കുന്നത്. ഏതായാലും 2 ഏക്കർ സ്ഥലത്തോളം ഇപ്പോൾ ഉള്ള പുൽക്കാടുകൾ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണുള്ളത്. ഭാരതപ്പുഴയുടെ തീരത്തെ ഏകദേശം 2 ഏക്കർ സ്ഥലം പൂർണ്ണമായും കത്തി നശിച്ചു എന്ന വാർത്തയാണ് ഇക്ബാൽ അറക്കൽ നൽകിയത്.